സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1.5 + 2.5 + എക്സെട്ര + 12.5 ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാനായിട്ട് പോകുന്നു. അത് നമുക്ക് ആദ്യം പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. പദങ്ങളുടെ എണ്ണത്തിന് ഡിനോമിനേറ്റർ എത്രയാണ് n. അത് കണ്ടുപിടിക്കാനായിട്ട് അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം ഡി ആണെന്ന് അറിയാം. സ്മോൾ ഡി ആണ് പൊതുവ്യത്യാസം സൂചിപ്പിക്കുന്നത്. പൊതുവ്യത്യാസം +1. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ n, അതായത് പദങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പദങ്ങളുടെ തുകയാണ്. പ്ലസ് ആണ്, പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പദങ്ങളുടെ തുക കണ്ടുപിടിക്കും. n/2 ഇൻറ്റു തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് n/2 ഇൻറ്റു ആദ്യ പദം, n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇത് n എന്തിനാണ്? നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം പറഞ്ഞു. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പദങ്ങളുടെ എണ്ണം ആദ്യം കണ്ടുപിടിക്കാം. ഇത് മിശ്ര ഭിന്നമാണ്, ഇതിനെ വിഷമ ഭിന്നമാക്കി മാറ്റും. 12 × 2 24, 24 1 25, 25/2. അതാണ് അവസാന പദം. അവസാന പദം മൈനസ് എന്തിനാണ്? ആദ്യ പദം. ആദ്യ പദം 1 2 1 5 2 2 2 + 1 3 3/2 ഡിവൈഡ് ബൈ അടുത്ത പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കാണാനായിട്ട് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ, രണ്ടാം പദം പറയുമ്പോൾ 2 × 2 4, 4 × 5 5/2 മൈനസ് ഒന്നാം പദം 1 2 2 2 1 3/2. ഓക്കെ, 25 ൽ 3 കുറച്ചാൽ 22, ചെയ്തത് എത്രയാണ്? 2 ഡിവൈഡ് ബൈ 5 ൽ 3 കുറച്ചാൽ 2 ഡിവൈഡ് ബൈ 2. ഓക്കെ, പ്ലസ് 1 പ്ലസ് 1 ഉണ്ട് കേട്ടോ, പ്ലസ് 1. അതായത് അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അതാണ് ഇക്വേഷൻ. അതിന്റെ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചു, പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു, അധികം 1. 2/2 എത്രയാണ്? 1. 1 കൊണ്ട് 22/2 1 കൊണ്ട് ഭാഗിച്ചാൽ 22/2 തന്നെയാണ് കിട്ടുന്നത്. 22/2 പ്ലസ് 1. 22/2 എത്രയാണ്? 22ന്റെ പകുതി 11 ആണ്. 11 പ്ലസ് 1, 11 1 കൂട്ടി കഴിഞ്ഞാൽ 12. അപ്പൊ 12 പദങ്ങൾ ഈ ശ്രേണിയിൽ, ഈ സമാന്തര ശ്രേണിയിൽ 12 പദങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. n എത്ര കിട്ടി? 12 കിട്ടി. n = 12. n 12 നമുക്ക് കിട്ടി. n 12 കിട്ടി. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട തുക കണ്ടുപിടിക്കണം. നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. തുക എങ്ങനെയാണ്? തുക കാണാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതാണ് ഇക്വേഷൻ. എന്ന് നമുക്ക് കിട്ടി 12. 12/2 ഇൻറ്റു ആദ്യ പദം എത്രയാണ്? 1 2 2 2 1 3 3/2 3/2 പ്ലസ് അവസാന പദം 12 × 2 24, 24 1 25, അപ്പൊ 25/2. ഓക്കെ ആണ്. 12/2 അതുപോലെ എഴുതി ബ്രാക്കറ്റിലൂടെ ചെയ്യുന്നു. 25 3 കൂട്ടുമ്പോൾ 28, 28/2. നമ്മൾ മൾട്ടിപ്ലൈ നോക്കുന്നു. 12/2 ഇൻറ്റു 28/2. 12ന്റെ പകുതി എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 12 2 ചെയ്തു. 6/2 3 3 × 28 84. ഓക്കെ.